ഹായ് ഫ്രണ്ട്സ്, റാങ്ക് റഷ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ അടുത്ത് കേരള PSC നടത്തിയ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം D ആണ്. മുകളിലുള്ളവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. മരുതം, പാലായി, മുല്ലായി, നെയ്ത്തൽ, മൃഗസംരക്ഷണം, ഉപ്പ് നിർമ്മാണം, തണ്ണീർത്തട കൃഷി കൊള്ളയടിക്കുന്നു. മരുതം, പാലായി, മുല്ലായി, നെയ്ത്തൽ, മൃഗസംരക്ഷണം, ഉപ്പ് നിർമ്മാണം, തണ്ണീർത്തട കൃഷി കൊള്ളയടിക്കുന്നു. ഉത്തരം B ആണ് ആൻസർ. മരുതം തണ്ണീർത്തട കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാലായി കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുല്ലായി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4 നെയ്ത്തൽ ഉപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഓപ്ഷൻസ്: ഡോക്ടർ അംബേദ്കർ, ഗാന്ധി, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്. ഡോക്ടർ അംബേദ്കർ, ഗാന്ധി, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്. ഉത്തരം ഓപ്ഷൻ B ആണ്. ഗാന്ധിജിയാണ് ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നതാണ് രാഷ്ട്രീയ സ്വരാജ് എന്ന് അർത്ഥമാക്കുന്നത്. ഇത് വാദിച്ചത് ഗാന്ധിജിയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CPML. ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CP. ഉത്തരം D ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ച സംഘടനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരെയാണ് തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഓപ്ഷൻസ്: സൂര്യാസൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. ഇവരാരുമല്ല. സൂര്യാസൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ B ആണ്. രാജ്ഗുരു ആണ് ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയതാര്? ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻസ്: ബിപാൻ ചന്ദ്ര, രാമചന്ദ്ര ഗുഹ, സുമിത് സർക്കാർ, റാണജിത് ഗുഹ. ബിപാൻ ചന്ദ്ര, രാമചന്ദ്ര ഗുഹ, സുമിത് സർക്കാർ, റാണജിത് ഗുഹ. ഉത്തരം ഓപ്ഷൻ B ആണ്. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ.
ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഓപ്ഷൻസ് ഭൂപേഷ് ബാഗൽ, ഭജൻലാൽ ശർമ്മ, വിഷ്ണു ഡിയോ സായി, ഷിബു സോറൻ. ഭൂപേഷ് ബാഗൽ, ഭജൻലാൽ ശർമ്മ, വിഷ്ണു ഡിയോ സായി, ഷിബു സോറൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിഷ്ണു ഡിയോ സായി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും, ഹിമാലയൻ പ്രദേശം, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും, ഹിമാലയൻ പ്രദേശം, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശമായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. ഇവയിൽ ഏതാണ് ശരി? അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം എ ആണ്. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ഒന്നും കൂടി വായിക്കാം. വടക്കൻ അർദ്ധഗോളങ്ങളിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇടുക്കിയാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ് പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഇക്കോസിസ്റ്റം. പ്ലാങ്ക്ടോൺ, ആൽഗ, കോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. പ്ലാങ്ക്ടോൺ, അറ്റോമിസർ, ക്ലോഡ്, ഇക്കോസിസ്റ്റം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്ലാങ്ക്ടോൺ, എറോസൽ, കോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്?
GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വച്ചു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അധ്യക്ഷൻ. അപ്പോൾ താഴെ പറയുന്നവയിൽ GSTയെക്കുറിച്ച് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 തെറ്റായിട്ടുള്ള ഓപ്ഷൻസ്. അടുത്ത ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ്: RBI മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. നികുതി നിരക്കിനും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിൻ്റെ നിലയ്ക്ക് വരുന്ന മാറ്റം. പൊതുവരുമാനത്തിൻ്റെ അഥവാ റവന്യൂവിൻ്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾസ്. വരുമാന വർധനവ് മൂലമുണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ. ഒന്നും കൂടി വായിക്കാം. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. നികുതി നിരക്കിനും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിൻ്റെ നിലയ്ക്ക് വരുന്ന മാറ്റം. പൊതുവരുമാനത്തിൻ്റെ അഥവാ റവന്യൂവിൻ്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾസ്. വരുമാന വർധനവ് മൂലമുണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ്. അടുത്ത ചോദ്യം, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി? സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി? ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ട പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം. ഒന്നും കൂടി വായിക്കാം. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും നാഷണൽ കോൺസെപ്ഷണലായും തരംതിരിക്കാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഓപ്ഷൻസ്: 5.9%, 5.1%, 5.8%, 6.4%. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. 5.9%, 5.1%, 5.8%, 6.4%. ആൻസർ ഓപ്ഷൻ സി ആണ്. 5.8% പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റായി പറയുന്നത്. അടുത്ത ചോദ്യം,
1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻസ്: മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം, അടിയന്തര വ്യവസ്ഥകൾ. മൗലികാവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, പൗരത്വം, അടിയന്തര വ്യവസ്ഥകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, പൗരത്വമാണ് 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ ഒന്ന്. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14 ആണ് വിദേശികൾക്കും ലഭ്യമായ അവകാശം. അടുത്ത ചോദ്യം: ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻസ്: 1962, 1971, 1972, 1975. 1962, 1971, 1972, 1975. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1971 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓപ്ഷൻസ് നോക്കാം. പോസ്റ്റുകളും ടെലിഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യവും ശുചിത്വവും, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. പോസ്റ്റുകളും ടെലിഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യവും ശുചിത്വവും, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അടുത്ത ചോദ്യം: ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? ഓപ്ഷൻസ്: അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് വിൻസെന്റ് ഓറിയോൾ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഓപ്ഷൻ ഡി, സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് വിൻസെന്റ് ഓറിയോൾ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ, സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോയാണ് ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യാതിഥിയായിരുന്നത്. അടുത്ത ചോദ്യം: ഈ ക്രാന്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്രാന്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്, സോളാർ ഇലക്ട്രിക് പദ്ധതി. ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്, സോളാർ ഇലക്ട്രിക് പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയാണ് ഈ ക്രാന്തി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗം? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഓപ്ഷൻസ്: ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗം. അടുത്ത ചോദ്യം: ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻസ്: പ്രധാനമന്ത്രി,
ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കേന്ദ്ര സർക്കാരിൻ്റെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ്: പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിനു മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? എപ്പോഴാണ് അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്നത്? ഓപ്ഷൻസ്: 2021, 2011, 2010, 2001. 2021, 2011, 2010, 2001. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: കേരളം, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ. കേരളം, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മണിപ്പൂരാണ് ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഓപ്ഷൻസ്: സുഭാഷ് ചന്ദ്രബോസ്, ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, NG രംഗ. സുഭാഷ് ചന്ദ്രബോസ്, ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, NG രംഗ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം. അടുത്ത ചോദ്യം, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? ഓപ്ഷൻസ്: ശക്തിപുരം, ശോണിതപുരം, ഹസ്തിനപുരി, ആനന്ദപുരി. ശക്തിപുരം, ശോണിതപുരം, ഹസ്തിനപുരി, ആനന്ദപുരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശോണിതപുരിയാണ് NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമമായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻസ്: UR ആനന്ദമൂർത്തി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, മഹാശ്വേത ദേവി. UR ആനന്ദമൂർത്തി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, മഹാശ്വേത ദേവി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. MT വാസുദേവൻ നായരാണ് 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ്: മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, ചെറുശ്ശേരി നമ്പൂതിരി, പൂന്താനം നമ്പൂതിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, ചെറുശ്ശേരി നമ്പൂതിരി, പൂന്താനം നമ്പൂതിരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്. അടുത്ത ചോദ്യം, പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര.
ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജസ്ഥാനാണ് ഘൂമർ നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1965 മാർച്ച് 11, 1956 ജൂലൈ 21, 1966 സെപ്റ്റംബർ 21, 1955 മെയ് 11. 1965 മാർച്ച് 11, 1956 ജൂലൈ 21, 1966 സെപ്റ്റംബർ 21, 1955 മെയ് 11. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955 മെയ് 11. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻസ്: ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, മാർത്താണ്ഡവർമ്മ, വിശാഖം തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, മാർത്താണ്ഡവർമ്മ, വിശാഖം തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്ത ചോദ്യം, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻസ്: പാരീസ്, ഗാർമിഷ് പാർട്ടൻ കിർച്ചൻ, മിലാനും കോർട്ടിന ഡി ആംബോസോയും, ബ്രിസ്ബെയിൻ. ഒന്നുകൂടി ഓപ്ഷൻസ് വായിക്കാം. പാരീസ്, ഗാർമിഷ് പാർട്ടൻ കിർച്ചൻ, മിലാനും കോർട്ടി ഡി ആംബേസോയും, ബ്രിസ്ബെയിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. മിലാനും കോർട്ടിന ഡി ആംബോസോയും. അവിടെയാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? ഏത് സാഹിത്യകൃതിയിലാണ് താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നത്? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വാതന്ത്ര്യമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഓപ്ഷൻസ്: ദി ഗുഡ് എർത്ത്, ലളിത് ഓ മാനസ്, ഗീതാഞ്ജലി, മാതൃഭൂമി. ദി ഗുഡ് എർത്ത്, ലളിത് ഓ മാനസ്, ഗീതാഞ്ജലി, മാതൃഭൂമി. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗീതാഞ്ജലിയിലെ വരികളാണ് മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വാതന്ത്ര്യമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്കാനറാണ് തന്നിരിക്കുന്നവയിൽ നിന്ന് ഉള്ള ഒരു ഇൻപുട്ട് ഉപകരണം. ബാക്കിയെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. തന്നിരിക്കുന്നവയിൽ നിന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: വേർഡ് പ്രോസസ്സർ, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്. വേർഡ് പ്രോസസ്സർ, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്. വേർഡ് പ്രോസസ്സർ ആണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: ലാൻ, പാൻ, വാൻ, ബസ് നെറ്റ്വർക്ക്. ലാൻ, പാൻ, വാൻ, ബസ് നെറ്റ്വർക്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്. വാൻ ആണ് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല. വാനിൻ്റെ ഫുൾ ഫോം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അടുത്ത ചോദ്യം, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: ഇമെയിൽ, ബ്രൗസർ, HTML, സ്പ്രെഡ്ഷീറ്റ്. ഇമെയിൽ, ബ്രൗസർ, HTML,
സ്പ്രെഡ്ഷീറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്രൗസറാണ് ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻസ് 2001, 2002, 1999, 2000. 2001, 2002, 1999, 2000. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2000 ആണ് IT ആക്ട് നിലവിൽ വന്ന വർഷം. അടുത്ത ചോദ്യം, സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. ഓപ്ഷൻസ് 8.3 സെക്കൻഡ്, 8.3 മിനിറ്റ്, 9.3 മണിക്കൂർ, 9.3 മിനിറ്റ്. 8.3 സെക്കൻഡ്, 8.3 മിനിറ്റ്, 9.3 മണിക്കൂർ, 9.3 മിനിറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 8.3 മിനിറ്റ് ആണ് സൂര്യപ്രകാശം സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അടുത്ത ചോദ്യം, ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ LHC പ്രാഥമിക ലക്ഷ്യം എന്താണ്? ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ LHC പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻസ് ജ്യോതിശാസ്ത്ര പഠനം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണം, കണികാ ഭൗതിക ഗവേഷണം, ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേക്ഷണം. ജ്യോതിശാസ്ത്ര പഠനം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണം, കണികാ ഭൗതിക ഗവേഷണം, ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേക്ഷണം. ഉത്തരം ഓപ്ഷൻ സി ആണ്. കണികാ ഭൗതിക ഗവേഷണമാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം. അടുത്ത ചോദ്യം, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത് ഡാഷ് വഴിയാണ്. ഓപ്ഷൻസ് ആൽഫാക്ഷയം, ബീറ്റാക്ഷയം, അണുവിഘടനം, അണുസംയോജനം. ആൽഫാക്ഷയം, ബീറ്റാക്ഷയം, അണുവിഘടനം, അണുസംയോജനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അണുസംയോജനം വഴിയാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത്. അടുത്ത ചോദ്യം, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ഓപ്ഷൻസ് ഫോട്ടോസിന്തസിസ്, കോശശ്വസനം, മെറ്റോസിസ്, മയോസിസ്. ഫോട്ടോസിന്തസിസ്, കോശശ്വസനം, മൈറ്റോസിസ്, മയോസിസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോശശ്വസനമാണ് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയയെ പറയുന്നത്. അടുത്ത ചോദ്യം, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻസ് മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു, ദുബായ്. മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു, ദുബായ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദുബായ്. അപ്പം COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ് നഗരത്തിലാണ്. സോ ഇന്ന് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം കേരള PSC അടുത്തിടെ നടത്തിയ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ 50 ചോദ്യങ്ങളാണ് നോക്കിയത്. സോ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഒത്തിരി ദൂരം പോകാനുണ്ട്. ഇപ്പോൾ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.